അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ഞാൻ ഇന്ന് പറയുന്ന ആയത്ത് 1001 തവണ ചൊല്ലാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അറിയാത്ത മാർഗത്തിലൂടെ എത്ര വലിയ കടമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വീടാനുള്ള മാർഗം, അത് വീട്ടാനുള്ള സമ്പത്ത് നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ ബറക്കത്ത് കൊണ്ട് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, നമുക്കറിയാം പരിശുദ്ധമായ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രിയാണ് ലൈലത്തുൽ ഖദർ, അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ മഹത്വമുള്ള മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം. ഈ റമദാൻ മാസത്തിൽ ഏറ്റവും പവിത്രതയുള്ള 10 എന്ന് പറയുന്നത് അവസാനത്തെ 10ആണ്. അതിൽ ഏറ്റവും പവിത്രതമുള്ള ദിവസം എന്ന് പറയുന്നത് ലൈലത്തുൽ ഖദറിന്റെ രാവാണ്. അപ്പോൾ ഒരു വർഷത്തിലെ 365 ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ലൈലത്തുൽ ഖദറിന്റെ രാവ് എന്ന് പറയുന്നത്. ആ രാത്രി അള്ളാഹുവിൻ്റെ മലക്കുകൾ ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള അള്ളാഹുവിൻ്റെ പ്രമുഖന്മാരായ വലിയ മലക്കുകളൊക്കെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ആ ദിവസം, നമ്മുടെ ആഗ്രഹങ്ങൾ ചോദിക്കേണ്ട ദിവസം അപ്പോഴല്ലേ? നമ്മുടെ പ്രശ്നങ്ങൾ പറയേണ്ട ദിവസം അപ്പോഴല്ലേ? നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണുള്ളത് അതെല്ലാം റബ്ബിനോട് തുറന്നു പറയേണ്ട, അള്ളാഹുവിൻ്റെ മലക്കുകളോട് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കാനുള്ള മനോഹരമായ രാത്രിയാണ് ലൈലത്തുൽ ഖദറിന്റെ രാവ്. ആ ലൈലത്തുൽ ഖദറിന്റെ രാവ് വെറുതെ ഇരുന്നിട്ട് കടം വീടിയിട്ടില്ല, മക്കൾ നന്നായിട്ടില്ല, കുടുംബം ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ഞാൻ ഇന്ന് പറയുന്ന ആയത്ത് 1001 തവണ ചൊല്ലാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കടം വീട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. എങ്ങനെയാണ് ആയത്തുൽ ഖളാഇദ് ദൈനി, കടം വീടാനുള്ള ഒരു ആയത്ത്, അല്ലേ? ഏത് ദിവസമാണ് നമ്മൾ ചൊല്ലേണ്ടത്? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തെക്കാൾ, ഒരു മനുഷ്യായുസിനേക്കാൾ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദുനിയാവ് മുഴുവനും കിട്ടുന്നതിനേക്കാളും വലിയ മഹത്വമുള്ളതാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി. ആ ലൈലത്തുൽ ഖദ്ർ അനുഭവിക്കാൻ പറ്റുക എന്നുള്ളത്, അതിൻ്റെ മഹത്വം ലഭിക്കുക എന്നുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ഒരു മനുഷ്യൻ ഞാൻ ഇന്ന് പറയുന്ന ഈ ആയത്ത് ചൊല്ലാൻ റെഡിയാണെങ്കിൽ, കടം കൊണ്ട് കുടുങ്ങിയ ആളുകൾ ചൊല്ലാൻ റെഡിയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ ആയത്തും അത് കഴിഞ്ഞിട്ട് ആ ആയത്തിൻ്റെ ഒരു പ്രാർത്ഥനയും കൂടെയുണ്ട്. ഇത് രണ്ടും, ആയത്ത് 1000 തവണ ചൊല്ലുക, പ്രാർത്ഥന കഴിയുന്നത് പോലെ ചൊല്ലുക. 10 ആണെങ്കിൽ 10, അല്ലെങ്കിൽ 33 തവണയാണെങ്കിൽ അങ്ങനെ ആയത്ത് 1001 തവണയും ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പ്രശ്നമാണെങ്കിലും, എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിലും അല്ലാഹു അതിന് പരിഹാരം കണ്ടെത്തി തരും. ഏതാണ് ആ ആയത്ത്? ആ ആയത്താണ് സൂറത്തു ത്വലാഖിലെ 2 മുതൽ 3 വരെയുള്ള ആയത്ത്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അല്ലേ? ആയത്ത് നമ്മൾ കേട്ടുപരിചയമുള്ള ആയത്താണ്, പക്ഷേ പവർഫുള്ളാണ് ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം വരുന്ന വഴികൾ ഏത് രൂപത്തിലാണെന്ന് നമുക്കറിയില്ല. ആ രൂപത്തിൽ നമ്മെ സഹായിക്കുമെന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ സൂക്ഷ്മതയോടുകൂടെ ഇങ്ങനെയുള്ള ദിവസങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മതയോടുകൂടെ തഖ്വയോടുകൂടെ ജീവിക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു ഏത് പ്രയാസങ്ങളാണെങ്കിലും നല്ല ഒരു മാർഗം കാണിച്ചു കൊടുക്കുമെന്നാണ് ഈ ആയത്ത് പറയുന്നത്. യജ്അൽ ലഹു മഖ്റജാ, അവനിക്ക് അല്ലാഹു എത്ര വലിയ കുടുക്കിലാണ് പെട്ടതെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് ആ കുടുക്കിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗം കാണിച്ചു കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത മാർഗത്തിലൂടെ, പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ, ഒരിക്കലും നമുക്ക് കിട്ടുമെന്ന് അല്ലെങ്കിൽ കടം വീടുമെന്ന് കരുതാത്ത രൂപത്തിലുള്ള കടം, ലഭിക്കുമെന്ന് കരുതാത്ത ജോലി, അല്ലെ? കടം ഒരുപാടുണ്ട്, നല്ല ജോലിയില്ല, ഉള്ള ജോലി കൊണ്ട് തന്നെ കടം വീട്ടാൻ കഴിയൂല. അപ്പോഴാണ് നമുക്ക് നല്ലൊരു ഓഫർ ലെറ്റർ വരുന്നത്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൈകളിലേക്ക് നല്ല ജോലി നൽകുന്നത്, അല്ലേ? അല്ലെങ്കിൽ നല്ലൊരു സംഭാവന നമ്മുടെ കൈകളിലേക്ക് ഒരാൾ സ്വതക്കയായി, ദാനമായി നൽകുന്നത്. ഇങ്ങനെ അതും അല്ലെങ്കിൽ ഈ കടം വാങ്ങിയ ആൾ തന്നെ ചിലപ്പോൾ പറയാൻ, അത് സാരല്ല, എൻ്റെ കയ്യിൽ അത്യാവശ്യത്തിന് ഇപ്പോൾ പണമുണ്ട്, നിങ്ങൾ അത് തരേണ്ടതില്ല എന്ന് പറഞ്ഞ് പൊരുത്തപ്പെട്ടു തരും. ഏത് രൂപത്തിലാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമെന്നാണ് ഈ പരിശുദ്ധ ഖുർആനിൻ്റെ വാക്കിൽ അല്ലാഹു പറയുന്നത്. ഇനി നമ്മൾ എന്താണ് ആയത്താണ് അപ്പോൾ നമ്മൾ പറഞ്ഞത്? ഏതാണ് ആയത്ത്? വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഇല്ലേ?
ഇനി ആയത്ത് പറഞ്ഞാൽ ഈ ആയത്ത് എങ്ങനെയാണ് നമ്മൾ ചൊല്ലേണ്ടത്? ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ ഇനി അവസാനത്തെ റമദാൻ്റെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 25 രാവുണ്ട്, 25 രാവ് കഴിഞ്ഞു, 27ഉം 29ഉം 2 ദിവസം കൂടെയാണുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാന ഇനി 2 ദിവസം ചൊല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചൊല്ലുക. ഒന്നാമത്തെ കാര്യം, ശുദ്ധിയോടെ ഇരിക്കുക. രാത്രി തറാവീഹൊക്കെ നിസ്കരിച്ച്, തറാവീഹ് നിസ്കാരം ഇതിൻ്റെ ഭാഗത്ത് പെട്ടതല്ല, അത് നമ്മൾ നിസ്കരിക്കുമല്ലോ. അപ്പോൾ തറാവീഹൊക്കെ നിസ്കരിച്ച് ഒരു രാത്രി സമയത്ത് ഒരു 11-12 മണിയൊക്കെ ആകുന്ന സമയത്ത് വളരെ ശുദ്ധിയോടുകൂടെ പരിപൂർണമായ കാമിലായ വുളു എടുത്ത് വളരെ ഭക്തിയോടുകൂടെ തഖ്വയോടുകൂടെ ഖാലിസായ ഹൃദയത്തോടുകൂടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ മുസല്ലയിൽ പോയിട്ടിരിക്കുക. ഞാൻ മുസല്ലയിൽ ഇരിക്കണമെന്നൊന്നുമില്ല, മുസല്ലില്ലാത്തൊരു വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒറ്റക്ക് പോയിരുന്നു കൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുക. 2 റക്അത്ത് അള്ളാഹുവിനോട് ഖൈറിനെ തേടിയുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക. എന്നിട്ട് ഞാനിപ്പോൾ പറഞ്ഞ ഈ ആയത്തുണ്ടല്ലോ, ആ ആയത്ത് 1001 തവണ ചൊല്ലുക. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഇത് എവിടെയും എഴുതി വെക്കുക, അല്ലെങ്കിൽ ഖുർആൻ എടുത്തിട്ട് അങ്ങനെ ഓതുക. ഒരു 10, 20, 19 വട്ടം പറയുമ്പോഴത്തേക്കും നമുക്കത് മനപ്പാടാവും. അങ്ങനെ അത് 1001 തവണ ചൊല്ലുക. എന്നിട്ട് ശേഷം അള്ളാഹുവിനോട് കടം വീടാൻ വേണ്ടി ദുആ ചെയ്യുക. എന്താണ് നമ്മുടെ ആവശ്യമെങ്കിൽ ആ ആവശ്യം പറ. അള്ളാഹിൻ്റെ മലക്കുകൾ വരുന്ന ദിവസമാണ്. അള്ളാഹുവിൻ്റെ മാലാഖമാർ നമ്മുടെ വീടുകളിലേക്ക് നമ്മുടെ സുഖാന്വേഷണങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വരുന്നതാണ്. ആരൊക്കെ? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അടക്കം വരുമെന്നാണ് മഹാന്മാരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വളരെ 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 പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ്. അതുകൊണ്ട് ആ രാത്രി ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ, കടം കാരണം ഒരുപാട് ഉറങ്ങിയിട്ട് ഒരുപാട് ദിവസങ്ങളായി, അപ്പോൾ അത് ഉപയോഗപ്പെടുത്തണം. ഇനി അതിനൊരു ദുആയുണ്ട്. ഈ ദുആ എന്താണ്? നമ്മൾ സാധാരണ നമ്മുടെ കടങ്ങൾ എന്താണെങ്കിൽ 5000 ആണെങ്കിൽ 10000 ആണെങ്കിൽ ലക്ഷങ്ങളാണെങ്കിൽ അതിൻ്റെ കടത്തിൻ്റെ കാര്യം ആദ്യം പറയുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച കടം വീടാനുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അത് ഒരു 11 തവണയെങ്കിലും, ഇനി എത്ര തവണയാണെങ്കിൽ പറയാൻ കഴിയുക അത്ര തവണ പറയുക. 11 തവണയെങ്കിലും മിനിമം പറയുക. എങ്ങനെയാണത് പറയേണ്ടത്? ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: اللهم اكفني بحلالك عن حرامك وأغنني بفضلك عمن سواك اللهم اكفني بحلالك عن حرامك. നിന്റെ ഹലാല് കൊണ്ട് ഹറാമിൽ നിന്ന് എനിക്ക് സംരക്ഷണം നൽകണേ അല്ലാ. നിന്റെ അനുഗ്രഹം അഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്, അല്ലേ? നിന്റെ അനുഗ്രഹം കൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് എന്നെ നീ സ്വതന്ത്രനാക്കേണമേ അല്ലാ. കടക്കാരെ കൊണ്ട് കുടുങ്ങിയിരിക്കാൻ, കടക്കാരെ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഉറങ്ങിയിട്ട് കുറേ കാലമായി. അല്ലാഹുവേ, ജോലിയുണ്ട്, ആവശ്യത്തിന് വരുമാനമില്ല. പടച്ചോനെ, ഈ കടത്തിൽ നിന്ന് എനിക്കൊരു മോചനം നൽകണേ അല്ലാ എന്ന് റബ്ബിൻ്റെ മുമ്പിൽ ആദ്യം ഈ പ്രാർത്ഥന അറബിയിൽ തന്നെ പറയാം. ബാക്കിയുള്ളതൊക്കെ മലയാളത്തിൽ നമുക്കറിയുന്ന രൂപത്തിൽ പടച്ചവൻ്റെ മുമ്പിൽ വളരെ വിനയാന്വിതനായി താഴ്മയോടുകൂടെ നമ്മൾ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കടം വീട്ടിത്തരും, ഉറപ്പാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു: അലിയാർ തങ്ങളെ, വല്ലാത്ത കടത്തിലാണ്, കടം കാരണം, കടക്കാർ കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, എന്താണ് ഒരു പരിഹാരം? ആ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനയാണ്: അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. ഇത് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയും ഈ ആയത്ത് 1001 തവണയും ചൊല്ലിക്കഴിഞ്ഞാൽ ലൈലത്തുൽ ഖദ്ർ നമുക്ക് മുതലായി. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. കടങ്ങളൊക്കെ വീടിയിട്ട് സമാധാനത്തോടുകൂടെ ദീർഘശ്വാസം വിട്ടൊന്ന് ഉറങ്ങാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.